Hello dear students, welcome back to my chemistry class and here is your Asna ma'am. In the last class we discussed about ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജെ തോംസൺ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്ലം പുഡിംഗ് മോഡൽ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഏൺസ്റ്റ് റൂദർഫോർഡ്. നമുക്കൊന്ന് നോക്കാം. സോ ഏൺസ്റ്റ് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, ഇദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന എക്സ്പെരിമെൻ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ചതും ആറ്റത്തിനകത്ത് പുതിയൊരു പാർട്ട് കൂടെയുണ്ട്, അത് അദ്ദേഹം കണ്ടുപിടിച്ചു, അതിന് പേര് നൽകി. ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. ഇദ്ദേഹമാണ് ഏൺസ്റ്റ് റൂദർഫോർഡ്. The discovery of electron energized the search for other particles in an atom. നമുക്കറിയാം ജെ തോംസൺ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഇല്ലേ? അന്ന് മുതൽ എല്ലാ സയൻറ്റിസ്റ്റുകളും വീണ്ടും ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇനിയും എന്തെങ്കിലും ഉണ്ടാവോ, ഇനിയും എന്തെങ്കിലുമൊക്കെ പാർട്സ് ഉണ്ടാകും ആറ്റത്തിനകത്ത് എന്ന് അവർ ഉറപ്പിച്ചു. അതിനുവേണ്ടി അവർ പല പരീക്ഷണങ്ങളും ചെയ്തു, പല ഒബ്സർവേഷനും ഇൻഫറൻസസൊക്കെ കണ്ടെത്തിയിരുന്നു. അതെല്ലാമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈവൻ ദോ ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ദ സബ്സ്റ്റൻസസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ഏർലിയർ, ഇറ്റ് ഈസ് റൂദർഫോർഡ് ഹു പ്രൂവ്ഡ് ഇറ്റ് ഒതൻറ്റിക്കലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, നിങ്ങൾ റീഡ് ഓൺലി എന്ന പാട്ടിൽ ഒരു ബ്ലൂ കളറിൽ ഒരു സയൻറ്റിസ്റ്റ്, ബ്ലൂ കളറിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്ന പേജിൽ ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, യൂജൻ ഗോൾഡ്സ്റ്റൈൻ. ഓർമ്മയുണ്ടോ? ഇദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞിരുന്നു ആറ്റത്തിനകത്ത് എന്തോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് തെളിവുകളൊന്നും അതിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്ത് നമ്മൾ പറയുമ്പോഴും വിത്ത് എവിഡൻസ് പ്രൂവ് ചെയ്ത് കൊടുക്കണമല്ലോ, എന്നാലല്ലേ നമ്മളത് സ്വീകരിക്കുള്ളൂ. സോ അതുകൊണ്ട് ഈ യൂജിൻ ഗോൾഡ്സ്റ്റൈൻ എന്ന സയൻറ്റിസ്റ്റിന് ഇത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് അത് ആര് പ്രൂവ് ചെയ്തു? ആറ്റത്തിനകത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആര് പ്രൂവ് ചെയ്തു? ആര് നമുക്ക് പറഞ്ഞു തന്നു? റൂദർഫോർഡ്, ഏൺസ്റ്റ് റൂദർഫോർഡ് അത് ഒതൻറ്റിക്കലി പ്രൂവ് ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹം പ്രൂവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദ എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് കാണാം. ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ, സയൻറ്റിസ്റ്റ് എന്ത് എക്സ്പെരിമെൻ്റ് ആവും ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു 3D അനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് കാണുന്നേക്കാളും മുന്നേ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയേണ്ടത് എന്താ സംഭവം എന്ന്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് തന്നെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നാണ്. ഈ പേരിൽ പറയുന്ന പോലെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ ഒരു ഗോൾഡിൻ്റെ ചെറിയൊരു ഫോയിൽ എടുക്കുന്നുണ്ട്, ചെറിയൊരു ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഡയഗ്രാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ലെഡ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ആൽഫ പാർട്ടിക്കിൾസ് എടുത്തിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ചാർജാണ്, അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ആൽഫ പാർട്ടിക്കിളിനെ ആൽഫ റേസ് എന്നോ അല്ലെങ്കിൽ ആൽഫ റേഡിയേഷൻസ് എന്നോ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് എന്നോ ഇത് ഈ 3 പേരിലും നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം ഇതിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ഓക്കെ, അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി ആൽഫ റേസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സസിലും ഒക്കെ നിങ്ങൾ പഠിക്കും. സോ ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾസ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഗോൾഡ് ഫോയിൽ എന്നല്ലേ. അപ്പോൾ എവിടെയാണ് ഇവിടെ ഗോൾഡ് വെച്ചിട്ടുള്ളത്? ഈ സെൻറ്റർ ഇവിടെയാണ് ഗോൾഡ്. ഇതാണ് ഗോൾഡിൻ്റെ
തിൻ ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ എക്സ്പെരിമെൻ്റ് എന്ന്. ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ബൈ പാസിങ് പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് ടു എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇല്ലേ, ഇതിൻ്റെ ഈ റേഡിയേഷൻസ് നമുക്ക് കണ്ണിലൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. ആ വളരെ ചെറിയ നമുക്ക് കാണാൻ കഴിയാത്ത അത്ര റേസിനെ എന്തിലൂടെ പാസ് ചെയ്യിപ്പിച്ചു? ഒരു ഗോൾഡ് ഫോയിൽ അതിലൂടെ പാസ് ചെയ്യിപ്പിച്ചപ്പോൾ എന്താണ് കണ്ടത് എന്നാണ് അദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾഡ് ഫോയിൽ എടുത്തതെന്ന് അറിയോ? ഗോൾഡ് എടുക്കാൻ കാരണം, ഗോൾഡ് നമ്മൾ 8th സ്റ്റാൻഡേർഡ് മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഗോൾഡ് ഏറ്റവും മാലിയബിൾ ആയിട്ടുള്ള മെറ്റലാണെന്ന്. മാലിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചു പരത്തി നല്ല തിൻ ഷീറ്റ് പോലെ ആക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത് ഗോൾഡിനാണ്. സോ ഇവിടെ അതുകൊണ്ടാണ് ഗോൾഡ് എന്ന മെറ്റൽ എടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ നല്ല തിൻ ഷീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും കുറച്ച് ആറ്റംസ് അല്ല അതിനകത്ത് കാണൂ. അപ്പോൾ അതുകൊണ്ട് ഈ ആറ്റംസിനെ കുറിച്ച് പഠിക്കാനാണല്ലോ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും കുറച്ച് ആറ്റമിനെ പഠിക്കാൻ പറ്റുന്നത്? അത്രയും കുറച്ചല്ലേ നമ്മൾ എടുക്കുക. സോ അതിനാണ് ഇദ്ദേഹം ഇവിടെ ഗോൾഡ് എന്ന മെറ്റൽ ഉപയോഗിച്ചത്. അതുപോലെ ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെ എടുത്തിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഇതിന് ഹൈ എനർജിയാണ്, വളരെ ഹൈ പോസിറ്റീവ് എനർജിയുള്ള പാർട്ടിക്കിൾസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇനി ഇതിൽ ദ ആൽഫ റേസ് ദാറ്റ് കം ഔട്ട് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വെർ അലൗഡ് ടു ഫോളോ ഓൺ എ സർക്കുലർ ഫോട്ടോഗ്രാഫിക് ഫിലിം. ഇനി ഈ ബ്ലൂ കളറിൽ കാണുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇവിടെ ഈ ബ്ലൂ കളറിൽ സർക്കുലർ ആയിട്ട് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിക് ഫിലിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ റേസ് ഒന്നും കാണാൻ കഴിയില്ല, കണ്ണിലൂടെ കാണാൻ കഴിയില്ല കേട്ടോ. സോ ഈ ഗോൾഡ് ഫോയിൽ തട്ടിയിട്ട് ഈ റേസ് എങ്ങോട്ടൊക്കെ പോയി എന്ന് നമുക്കറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചിട്ടുള്ളത്. ഇതൊരു ഫ്ലൂറസൻ്റ് ആണ് കേട്ടോ. സോ അപ്പോൾ ഈ റേസൊക്കെ വന്ന് തട്ടിയ ഭാഗത്തൊക്കെ അവരവിടെ ചെറുതായിട്ട് ഡാർക്കൻ കളറിൽ കാണാൻ കഴിയും നമുക്ക്. സോ അതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവുക എവിടെയൊക്കെയാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ് ചെന്ന് പതിച്ചത് എന്നൊക്കെ. ഓക്കെ, സോ ഇതാണ് ഈ എക്സ്പെരിമെൻ്റ്. ഇനി ഈ എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ, റൂദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇതിന് വേണ്ട അപ്പാരറ്റസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ലെഡ് കണ്ടെയ്നറിനകത്ത് ആൽഫ പാർട്ടിക്കിളിൽ അതിനുള്ളിലാണ് കേട്ടോ സൂക്ഷിച്ചിട്ടുള്ളത്. ദെൻ ഡിറ്റക്ഷൻ സ്ക്രീൻ ഉണ്ട് അവിടെ, 2 സ്ലിറ്റുകൾ, അത് കറക്റ്റ് ആ പാത്തിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാം പറഞ്ഞതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾ വെച്ചിട്ടുള്ള ആ ലെഡ് കണ്ടെയ്നർ നോക്കൂ, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം റിമൂവ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. എന്തോ ഗ്ലോ കണ്ടില്ലേ? ക്രോസ് സെക്ഷനാണ് കേട്ടോ ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിറ്ററിൻ്റെ അവിടുന്ന് ഇതേ റേസ് ഇങ്ങനെ വന്നു. ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് ചെറിയൊരു സ്ലിറ്റിലൂടെ കടത്തി വിടുന്നു, 2 ചെറിയൊരു സ്ലിറ്റ്. എന്നിട്ട് അതിലൂടെ കടത്തി വിട്ടിട്ട് ഇത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഫോട്ടോഗ്രാഫിക് ഫിലിമിന് ചുറ്റും. എന്നിട്ട് ഗോൾഡ് ഫോയിൽ, വളരെ തിൻ ഷീറ്റായിട്ടുള്ള ഗോൾഡ് ഫോയിൽ വന്ന് പതിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. പല റേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. കുറേ ലൈൻസൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ആറ്റത്തിനെ കാണാൻ കഴിയും കേട്ടോ. സോ ഇതെല്ലാം ഓരോ ആറ്റംസാണ്. ആ യെല്ലോ കളറിൽ കാണുന്നതൊക്കെ ഇലക്ട്രോൺസ് ആണ് കേട്ടോ. കണ്ടോ പോകുന്ന വഴികൾ കണ്ടോ? എന്തോ സെൻട്രലിൽ എവിടെയോ തട്ടിയപ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൽഫ റൈസ് ആണ് ഈ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടു അല്ലേ. ഇനി ഇതിൽ നിന്ന് അദ്ദേഹം ഹി മേഡ് സം ഇൻഫറൻസസ് ബൈ അനലൈസിങ് ദ ഒബ്സർവേഷൻ. ഇദ്ദേഹം കുറച്ച് അനുമാനത്തിലെത്തി എന്തൊക്കെയാണ് ഈ ആറ്റത്തിനകത്തുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൽഫ റേസിൻ്റെ ഡിറക്ഷൻസ് ഇല്ലേ. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്. റേസ് വന്നിട്ട് ഗോൾഡ് ഫോയിലിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
മോസ്റ്റ് ഓഫ് കുറേ റേസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയി ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് പതിക്കുന്നത് നമ്മൾ കണ്ടു. വളരെ കുറച്ച് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത് കണ്ടു. അതിലും വളരെ കുറച്ച് ഭാഗം ഒന്ന് റീബൗണ്ട് ബാക്കിലേക്ക് തന്നെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകുന്നത് നമ്മൾ കണ്ടു ഇല്ലേ. ഇനി ഇതാണ് ആ ഗോൾഡ് ഫോയിലിൻ്റെ ആറ്റംസ്. ആ തിൻ ഷീറ്റ് ഗോൾഡ് ഫോയിലിലെ അപ്രോക്സിമേറ്റ്ലി 1000 ആറ്റംസിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു ഗോൾഡ് ഫോയിൽ. സോ കുറച്ച് ആറ്റംസ് ഉള്ളത്. ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഗോൾഡ് ഫോയിലിൻ്റെ ആറ്റംസ് ആണ് കേട്ടോ ഈ കാണിച്ചിട്ടിരിക്കുന്നതൊക്കെ. ഇനി ആൽഫ പാർട്ടിക്കിൾസ് ആണ് ഈ ബ്ലാക്ക് ആരോസിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ കണ്ടില്ലേ കുറേ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ കണ്ടില്ലേ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ചിലത് മാത്രം ഒന്ന് ഈ സെൻറ്ററിൽ തട്ടുമ്പോൾ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ചിലത് മാത്രം ഒന്ന് റീബൗണ്ട് ബാക്കിലേക്ക് തന്നെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ്. കണ്ടോ ആൽഫ പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് സിംഗിൾ ആറ്റം ഒരു ആറ്റം എടുത്ത് നോക്കാം. ഇത് ഒരു ആറ്റമാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്, ഒരു ആറ്റം. അതിൻ്റെ സെൻറ്ററാണിത്. ഈ ബ്ലൂയിഷ് കളറിൽ കാണുന്നത് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ജെ തോംസൺ നമ്മളടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ അനുസരിച്ചിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾസ് വന്ന് പതിക്കുമ്പോൾ എന്താകണമായിരുന്നു നമ്മുടെ ഒബ്സർവേഷൻ? ഇങ്ങനെ റേസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പോയി ആ സ്ക്രീനിൽ വന്ന് പതിക്കണമായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു റിസൾട്ട് അല്ലല്ലോ നമുക്ക് കിട്ടിയത്. നമുക്ക് എങ്ങനത്തെ റിസൾട്ടാണ് കിട്ടിയത്? യെസ്, ഇവിടെ കണ്ടില്ലേ റേസ് എല്ലാം കുറച്ച് റേസ് ഇതേ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു. അതിലും കുറച്ചൊന്ന് വീണ്ടും റീബൗണ്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ സെൻറ്ററിൽ തട്ടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്ററിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണണമല്ലോ. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. സോ അതാണ് ഇവിടെ ഇദ്ദേഹവും കണ്ടുപിടിച്ചത്. റൂദർഫോർഡ് എന്താ നമുക്ക് പറഞ്ഞു തരുന്നതെന്നറിയോ? As most of the alpha particles passed through the gold foil without any deflection, most of the space within the atom is empty. ഇദ്ദേഹം എന്താ പറയണതെന്നറിയോ? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, നമ്മൾ കണ്ട ആൽഫ പാർട്ടിക്കിൾസിൽ കൂടുതലും എങ്ങനെ ചെയ്തു? ഗോൾഡ് ഫോയിലൂടെ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് പതിച്ചു അല്ലേ. സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിക്കുന്നത് നമ്മൾ കണ്ടു. കുറേ റേസ് ഉണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആറ്റത്തിനകത്ത് കൂടുതൽ ഭാഗവും എംപ്റ്റി ആണ്. ഒന്നുമില്ലാത്ത ഭാഗത്തൂടെ പോകുമ്പോഴല്ലേ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ കഴിയുള്ളൂ. അവിടെ വല്ല തടസ്സങ്ങളുണ്ടെങ്കിലും നമുക്ക് പോകാൻ കഴിയുമോ? ഇല്ല. സോ അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ആറ്റത്തിനകത്ത് ഭൂരിപക്ഷം സ്ഥലവും എംപ്റ്റി ആണ് എന്ന് അദ്ദേഹം പറയുന്നത്. As some of the alpha particles were deflected by large angles, they must have approached some positively charged region responsible for the deflection. പിന്നെ നമ്മൾ എന്താ കണ്ടത്? സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. വളരെ വൈഡ് ആംഗിൾസിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. സോ അതിനർത്ഥം എന്തായിരിക്കാം? യെസ്, നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചതാണ്. ചാർജസ്, ലൈക്ക് ചാർജസ് റിപ്പൾ ചെയ്ത് പോവും, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവും ചാർജ് അടുത്ത് വന്നാൽ അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകണം, റിപ്പൽ ചെയ്ത് പോകണം. അതുപോലെ അൺലൈക്ക് ആയിരുന്നെങ്കിൽ അട്രാക്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? പോസിറ്റീവ് ആയിട്ടുള്ള ആൽഫ റേസ് പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. അപ്പോൾ അതിൽ നിന്ന് അർത്ഥം നമുക്ക് എന്താ മനസ്സിലാവുന്നത്? യെസ്, ആറ്റത്തിനകത്ത് എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ടല്ലേ പോസിറ്റീവ് ആൽഫ പാർട്ടിക്കിൾ വന്ന് ആറ്റത്തിനകത്ത് പോസിറ്റീവ് തട്ടിയപ്പോഴാണ് ഡിഫ്ലക്റ്റ് ചെയ്തു പോയത്. അവിടെ നെഗറ്റീവ് ആയിരുന്നെങ്കിലോ അട്രാക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. അതിനർത്ഥം അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ദിസ് പോസിറ്റീവ്ലി ചാർജ് റീജിയൻ ഈസ് കോൾഡ് ദ ന്യൂക്ലിയസ്. അങ്ങനെ അദ്ദേഹം എന്തു പറഞ്ഞു? ഇങ്ങനെ ആറ്റത്തിനകത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഭാഗമുണ്ട്. അതിനെ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന പേര് വിളിച്ചു. ഇനി ന്യൂക്ലിയസ് എന്താണെന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് നോക്കാം. ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു. പോസിറ്റീവ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഈ പോസിറ്റീവ് ഭാഗം ഇരിക്കുന്നതിനെ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു.
As very few alpha particles experienced the deflection, it was concluded that the volume occupied by the nucleus is very small. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുവല്ലോ, അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അത്രയും കുറച്ച് എവിടെയോ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയസ് എന്നത് വളരെ ചെറിയൊരു ആറ്റത്തിനകത്ത് ചെറിയൊരു ഭാഗത്താണ് ഈ ന്യൂക്ലിയസ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഈ ന്യൂക്ലിയസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, വലിയൊരു ആറ്റത്തിനകത്ത് ചെറിയൊരു ഭാഗത്താണ് ഈ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ഈ വലിയൊരു ആറ്റം എന്ന് ഉദ്ദേശിച്ചത്, ആറ്റം നമുക്കറിയാം, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്രയും ചെറുതാണ് ആറ്റംസ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ആറ്റംസിനകത്തും വേറെയും പാർട്ടിക്കിൾ ഉണ്ട്. ജെ തോംസൺ പറഞ്ഞു ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. ഇപ്പോൾ റൂദർഫോർഡ് പറയുന്നു അതിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന്. അതും ഒരു ന്യൂക്ലിയസ്, ഒരു സെൻറ്റർ ഭാഗത്താണ്, ഈ ആറ്റത്തിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഈ ന്യൂക്ലിയസ് ഉള്ളത്, പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഇതും അദ്ദേഹം പറയുന്നു. സോ അത് വളരെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. സിൻസ് ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ആർ കമ്പാരിറ്റീവ്ലി ഡെൻസർ were deflected by the nucleus, it shows that almost the complete mass of atom must be within the atom. ഈ ആൽഫ പാർട്ടിക്കിൾസ്, നമ്മളെടുത്ത ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ എനർജിയുള്ള ഒരു ഹൈ എനർജിയും ഹൈ ഡെൻസറുമായിട്ടുള്ള നല്ല വെയിറ്റ് മാസ്സുള്ള പാർട്ടിക്കിൾസാണ്. എന്നിട്ട് പോലും ഈ വളരെ മാസ്സായ സാധനം വേറെ ഒന്നിനെ പോയിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണമായിരുന്നു? അത് അങ്ങോട്ട് മാറിപ്പോവണേ. പക്ഷെ എന്ത് സംഭവിച്ചു? അതിനെ ഈ ആൽഫ പാർട്ടിക്കിൾസിനെ ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ ന്യൂക്ലിയസ് ചെയ്തത്. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ആറ്റത്തിൻ്റെ ഓൾമോസ്റ്റ് മാസും ഇരിക്കുന്നത് എവിടെയാണ്? ഈ ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ ആറ്റത്തിൻ്റെ ഫുൾ വെയിറ്റ് എവിടെയുള്ളത്? ഈ ന്യൂക്ലിയസിനകത്താണ് ഇരിക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു. കാരണം ഇത്രയും വെയിറ്റുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ പോലും ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും മാസ് വേണം ആ ന്യൂക്ലിയസിന്. സോ ആറ്റത്തിൻ്റെ കംപ്ലീറ്റ് മാസ് ഇരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്താണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ, മനുഷ്യൻ്റെ ഫുൾ മാസ് ഇരിക്കുന്നത് എവിടെയാണ്? വെയിറ്റ് ഇരിക്കുന്നത് നമ്മുടെ അംബ്ലിക്കൽ കോഡ്, നമ്മുടെ പൊക്കിളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആ ഭാഗത്താണ് ഇരിക്കുന്നത്. അതേപോലെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കംപ്ലീറ്റ് മാസ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ. ഇനി ഇതെവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ കണ്ടുപിടിച്ച ഇൻഫറൻസസ് നമുക്കൊന്ന് ഷോർട്ടായിട്ട് നോക്കാം. നമുക്ക് എക്സാംസിനൊക്കെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ, ദ മേജർ പോർഷൻ ഓഫ് എൻ ആറ്റം ഈസ് എംപ്റ്റി. ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ദ മേജർ പോർഷൻ ഓഫ് എൻ ആറ്റം ഈസ് എംപ്റ്റി. ഇപ്പോൾ അതേ ഇവിടെ ഒരു ആറ്റം കാണിച്ചിട്ടുണ്ട്. ഈ ആറ്റത്തിൻ്റെ മേജർ പോർഷൻ എന്താണ്? എംപ്റ്റി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കണ്ടോ, ഇത്രയും ഭാഗം എംപ്റ്റി ആണ്. Then there is a small part inside the atom where all the positive charge is concentrated. ഈ ആറ്റത്തിനകത്ത് വളരെ ചെറിയ ഭാഗത്ത്, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വളരെ ചെറിയൊരു റീജിയനിൽ ന്യൂക്ലിയസ് എന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഈ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നതും. അതുപോലെ ആ ഭാഗത്താണ് ദിസ് സെൻട്രൽ റീജിയൻ ഓഫ് ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അവിടെയാണ് ഈ ആറ്റത്തിൻ്റെ ഫുൾ കംപ്ലീറ്റ് മാസും ഇരിക്കുന്നത് എന്നാണ് ഈ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ entire mass of an atom is concentrated in the nucleus. ദെൻ ഇനി എന്താണ് ന്യൂക്ലിയസ് എന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ന്യൂക്ലിയസ്, the central portion of an atom which has positive charge is called nucleus. അപ്പോൾ ഇനി ന്യൂക്ലിയസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. The central portion of an atom which has positive charge is called nucleus. ആറ്റത്തിൻ്റെ സെൻട്രൽ റീജിയൻ, അവിടെ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതാണ് ന്യൂക്ലിയസ്. സോ entire mass of an atom is concentrated in the nucleus. ഈ ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ എൻറ്റയർ കംപ്ലീറ്റ് മാസും ഇരിക്കുന്നത്. ദെൻ in 1911, the scientific world recognized the presence of a positively charged center in an atom. അങ്ങനെ
എന്ത് ചെയ്തു? സയൻറ്റിഫിക് വേൾഡ് 1997 എന്ത് റെക്കഗ്നൈസ് ചെയ്തു? യെസ്, ആറ്റത്തിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു. ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഫാദർ എക്സ്പെരിമെൻറ്റ്സ് ഇൻ 1920 it was proved that particles that were responsible for positive charge are protons. അങ്ങനെ അദ്ദേഹം എന്ത് വിളിച്ചു? ആ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ഈ ന്യൂക്ലിയസിനകത്താണ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ലോകം മുഴുവൻ അംഗീകരിച്ചു. അത് മാത്രമല്ല, ആ പോസിറ്റീവ് ചാർജിനൊരു പേര് നൽകണമല്ലോ, അതിന് അദ്ദേഹം പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. സോ അങ്ങനെ ലോകം മുഴുവൻ ആറ്റത്തിനകത്ത് മറ്റൊരു പാർട്ട് കൂടി ഉണ്ട് എന്ന് നമുക്ക് അംഗീകരിച്ചു. സോ ഏതാണ് ആ പാർട്ട്? ഫസ്റ്റ് നമ്മൾ പഠിച്ച പാർട്ട് ഏതായിരുന്നു? ജെ തോംസൺ പറഞ്ഞു നെഗറ്റീവ് പാർട്ടുണ്ട്, ഇലക്ട്രോൺസ് എന്ന്. ഇപ്പോൾ റൂദർഫോർഡ് പറയുന്നു എന്ത്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിനെ എന്ത് പേരിൽ നമ്മൾ വിളിക്കുന്നത്? protons. And Rutherford named the positively charged particles of atoms as protons. Okay, so protonsനെ പോസിറ്റീവ് ചാർജ് ആണ്, ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ദെൻ ഇനി എന്താണ് പ്രോട്ടോൺ? അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ചാർജ് വാസ് ഫൗണ്ട് ടു ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഈ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. നമുക്കറിയാം ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടെന്നും നമ്മൾ പഠിച്ചിരുന്നു. ഈ ഇലക്ട്രോണിന് എത്ര ചാർജാണോ അത്രയും ചാർജ് തന്നെ ഓപ്പോസിറ്റായിട്ട് ഉണ്ടാവും ഈ പ്രോട്ടോണിന്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, അതിൻ്റെ അത്രയും തന്നെ പോസിറ്റീവ് ചാർജ്. ഓപ്പോസിറ്റായിട്ടുള്ളത് ഏതാ? നെഗറ്റീവിൻ്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ആണല്ലോ. എത്ര ചാർജ് ഉണ്ടോ അത്രയും. സപ്പോസ് ഇപ്പോൾ 1 കൂലം ചാർജ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത്രയും ചാർജ് തന്നെ പ്രോട്ടോൺ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അവർ തമ്മിലുള്ള ചാർജ് ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. ദെൻ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദ മാസ് ഓഫ് എ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം നമ്മൾ പറഞ്ഞു കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ മറ്റൊന്നിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയാറ്. സോ ഹൈഡ്രജൻ ആറ്റത്തിനെ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന് എത്ര മാസ് ഉണ്ടോ അതിനോട് ഈക്വലാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനോട് ഈക്വലാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ്. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയായിരുന്നു? ഹൈഡ്രജനെ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുമ്പോൾ 1/1837 അത്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് 1/1837 ഓഫ് ഹൈഡ്രജൻ ആറ്റം ആയിരുന്നു ഇലക്ട്രോണിൻ്റേത്. അത്രയും ചെറുതായിരുന്നു ഇലക്ട്രോണിൻ്റെ മാസ്. എന്നാൽ പ്രോട്ടോണിൻ്റെ ഒരു ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ എത്ര മാസ് ഉണ്ടോ അത്രയും തന്നെയുണ്ട്. സോ പ്രോട്ടോണാണോ കൂടുതൽ മാസ് ഉള്ളത്? പ്രോട്ടോണാണ്. എക്സാക്ട്ലി പ്രോട്ടോണാണ് വെരി ഹൈ മാസ് ഉള്ളത്. ഇലക്ട്രോൺ വെരി ലോ ആണ്, വളരെ ചെറിയ മാസാണ് ഇലക്ട്രോണിനുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. ദെൻ along with that, he also predicted the presence of a chargeless particle in the nucleus. ഈ ശാസ്ത്രജ്ഞന്മാർക്കൊരു കഴിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ വരാനുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രവചിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹവും പറഞ്ഞു എന്ത്? ഈ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ പോസിറ്റീവ് ചാർജ് മാത്രമല്ല ഈ ന്യൂക്ലിയസിലുള്ളത്. ഈ ന്യൂക്ലിയസിനകത്ത് എന്തോ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, പക്ഷെ അതിന് ഒരു ചാർജും ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ ഈ ന്യൂക്ലിയസിനകത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചു എന്തോ ഒരു ചാർജ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു കണ്ടുപിടിച്ച ആറ്റത്തിൻ്റെ കംപ്ലീറ്റ് മാസ് അദ്ദേഹം എഴുതി നോക്കി. അത് നോക്കി. അത് മാത്രമല്ല ഇപ്പോൾ ഇലക്ട്രോൺസും ഉണ്ട് പ്രോട്ടോൺസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ സെപ്പറേറ്റ് ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും മാസ് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ രണ്ടും ഈക്വലായില്ല. അങ്ങനെ ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും മാത്രമായിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു? ടോട്ടൽ ആറ്റത്തിൻ്റെ മാസും ഇത് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടലും ഈക്വൽ ആവണമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഡിഫറെൻ്റ് ആണ് കിട്ടിയത്. എത്ര നോക്കിയിട്ടും ആറ്റത്തിൻ്റെ മാസാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ഇലക്ട്രോണും പ്രോട്ടോണും കൂടി
ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല. സോ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ആറ്റത്തിനകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും മാത്രമല്ല വേറൊരു പാർട്ട് കൂടെ ഉണ്ട്. പക്ഷെ അതിന് ചാർജ് ഒന്നുമില്ല, മാസ് ഉണ്ട്, എന്തോ മാസ്സുള്ള ഒരു പാർട്ടുണ്ട്. അതുകൊണ്ടാണ് ആറ്റത്തിൻ്റെ എപ്പോഴും മാസ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഈ ഒരു ഇൻഫറൻസ് ആണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് പഠിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് മാത്രമല്ല പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ടെന്ന്. അത് എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിനകത്താണ്. ആറ്റത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ്. അത് വളരെ ചെറിയൊരു ഭാഗത്താണ് ഈ ന്യൂക്ലിയസ് ഉള്ളതെന്ന് ഒക്കെ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കാൻ പറ്റുന്നതൊക്കെ എഴുതിയെടുക്കണം. ഓക്കെ, മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.